ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചോ? UDF ഇനി ഉത്തരം പറയണം. UDF നേതാക്കളുടെ ആ വാദം, VD സതീശൻ അടക്കമുള്ള UDF നേതാക്കളുടെ ആ വാദം ഇതാ പൊളിയുകയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയരുതെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ മുതിർന്ന നേതാവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ആ റിപ്പോർട്ടിൻ്റെ സമഗ്രതയിലേക്കൊന്ന് പോകാം. ആദ്യം പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ജമാഅത്ത് മൗദൂദി ആശയങ്ങൾ ഉപേക്ഷിച്ചെന്ന് ആദ്യം പറഞ്ഞത്. പിന്നാലെ മുസ്ലിം ലീഗിലെയും കോൺഗ്രസിലെയും നേതാക്കൾ ആവർത്തിച്ചു. എന്നാൽ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്ന് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ആരും പറഞ്ഞിരുന്നില്ല. അങ്ങനെ പറയരുതെന്നാണ് മുതിർന്ന നേതാവും ജമാഅത്ത് സൈദ്ധാന്തികനുമായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറയുന്നത്. മുഹമ്മദ് നബിയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിച്ചത്. മദീനയായിരുന്നു ആസ്ഥാനം. ന്യൂനപക്ഷമായിരുന്നിട്ടും ഒരു തുള്ളി ചോര ചിന്താതെയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിച്ചത്. സത്യവിശ്വാസികൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയരുതെന്നും കാരക്കുന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. ജമാഅത്തെ ഇസ്ലാമി മുതിർന്ന നേതാവും ശൂറ അംഗവുമായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. ദീർഘകാലം ജമാഅത്തിന്റെ പ്രസാധക സംരംഭമായ IPHന്റെ ഡയറക്ടറായിരുന്നു. ബൈത്തുസക്കാത്ത് കേരളയുടെ ചെയർമാനുമാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. കാരക്കുന്നിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് UDF നേതാക്കളെ പ്രതിരോധത്തിലാക്കും. കൈരളി ന്യൂസ്, മലപ്പുറം. സ്വാലിഹ് ഈ റിപ്പോർട്ട് ചെയ്ത സ്വാലിഹ് ഞങ്ങളോടൊപ്പമുണ്ട്. KT സ്വാലിഹ്, എന്തൊക്കെയാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരിക്കുന്നത്? നേരത്തെ തന്നെ അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് മതരാഷ്ട്രവാദം, അതെങ്ങനെയാണ് മൗദൂദി ആശയം ആകുന്നത്, എങ്ങനെയാണത് ഒരു വിശ്വാസി സംബന്ധിച്ച് പ്രധാനമാകുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ജമാഅത്ത് എന്നൊക്കെ അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ ഫേസ്ബുക്ക് പോസ്റ്റും കൂടെ വരുന്നു. അപ്പോഴാണ് VD സതീശൻ ഒക്കെ ഈ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന കോൺഗ്രസിൻ്റെ വാദം പൊളിയുന്നത്. എന്തൊക്കെയാണ് ഫേസ്ബുക്കിൽ ഷെയ്ഖ് മുഹമ്മദ് പറയുന്നത്? അജംഷാദ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രധാനമായി പറയുന്നത് മുഹമ്മദ് നബിയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിച്ചത്. മദീന ആസ്ഥാനമായി ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിച്ചത്. വളരെ ന്യൂനപക്ഷമായിരുന്നിട്ടും ഒരു തുള്ളി ചോര ചിന്താതെയാണ് ഇസ്ലാമിക റിപ്പബ്ലിക് മുഹമ്മദ് നബി സ്ഥാപിച്ചത്. ഇത് സത്യവിശ്വാസികൾക്ക് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. അതേസമയം തന്നെ ഈ ഒരു അതായത് മതവിശ്വാസത്തിന്റെ ഭാഗമാണ് മതരാഷ്ട്രവാദം എന്ന മൗദൂദിയുടെ ആശയമാണ് അദ്ദേഹം പറയുന്നത്, അല്ലേ? തീർച്ചയായും മുഹമ്മദ് നബി സ്ഥാപിച്ച ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇത് പറയുന്നത് ഇറാൻ പശ്ചാത്തലത്തിൽ കൂടിയാണ്. ശരീഅത്ത് നിയമമുള്ള ഇസ്ലാമിക രാജ്യങ്ങളൊന്നും തന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ പിന്തുണക്കാത്ത ഘട്ടത്തിലാണ് അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. അതേസമയം ജമാഅത്തെ ഇസ്ലാമി ഇത്തരം ആശയങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയി എന്നും അവരിപ്പോൾ മൗദൂദിയെ പിന്തുടരുന്നില്ല എന്നാണ് ഇപ്പോൾ UDF നേതാക്കളെല്ലാം തന്നെ ഓരോരുത്തരായി പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതാക്കളൊക്കെ ഇക്കാര്യത്തിൽ വിശദീകരിച്ച് തന്നെ പറഞ്ഞതാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് അത്തരം ഐഡിയോളജി ഒന്നും ഇപ്പോഴില്ല, അവരതൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. നിലമ്പൂർ ബൈ ഇലക്ഷൻ സമയത്താണ് VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്ന ഒരു പ്രസ്താവന നടത്തുന്നത്. പിന്നീട് അവരുടെ രാഷ്ട്രീയ വിഭാഗമായ വെൽഫെയർ പാർട്ടിയുമായി UDF പരസ്യമായി സഹകരിക്കുന്നുമുണ്ട്. ഇപ്പോഴും ആ സഹകരണം തുടരുകയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ വളരെ മുതിർന്ന നേതാവ് കൂടിയായ ശാന്തപുരം കോളേജിലൊക്കെ ദീർഘകാലം അധ്യാപനമൊക്കെ നടത്തിയ അവരുടെ സൈദ്ധാന്തികൻ കൂടിയായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഇത്തരത്തിൽ ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നത്. അതായത് ഇത്തരം ആശയങ്ങൾ, ഇസ്ലാമിക് റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമി തുടരുന്നുവെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടതും. അജിംഷാദ്. ശരി, KT സ്വാലിഹ്. അതായത് ശ്രീ B റജി, വേദങ്ങളിൽ നിന്ന് വേദാന്തവും രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെയുള്ള ആത്മീയതയെയും ഒക്കെ ചോർത്തിക്കളഞ്ഞ് അതിനെ വർഗീയ സ്വഭാവത്തിലുള്ള ഒരു രാഷ്ട്രീയമാക്കി അവതരിപ്പിക്കുകയാണ് RSS ചെയ്തത്. ഇതുപോലെ മുഹമ്മദ് നബിയിലെയും ഖുർആൻ്റെയും ആത്മീയ വശങ്ങളെ ചോർത്തിക്കളഞ്ഞ് വർഗീയമായ അതിനെ ഒരു രാഷ്ട്ര സ്വഭാവത്തിലേക്ക് എത്തിക്കുക എന്നതാണ് അബുൽ ആല മൗദൂദി കുത്തുബാത്തിലൂടെ ചെയ്തതും. അബുൽ ആല മൗദൂദിയുടെ മുഴുവൻ ആശയങ്ങളും അങ്ങനെയാണ്. ആ മൗദൂദിസം കൊണ്ട് രൂപപ്പെട്ടതാണ്, അദ്ദേഹം സ്ഥാപിച്ചാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിക്ക് എങ്ങനെയാണ് ഈ മതരാഷ്ട്രവാദം എന്ന പുള്ളികൾ പോകുന്നത്? അങ്ങനെ പോയാൽ അത് ജമാഅത്തെ ഇസ്ലാമി അല്ലാതാകും. അതാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് വിശദീകരിച്ചിരിക്കുന്നത്.
ഇനി പറയേണ്ടത് വി.ഡി. സതീശനും സണ്ണി ജോസഫും കെ. സുധാകരനും അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വമാണ്, ചെന്നിത്തലയും അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വമാണ് അവരെ കൂടെ കൂട്ടിയതിന്. താങ്കൾ തന്നെ അല്പം മുമ്പ് പറഞ്ഞില്ലേ വെൽഫെയർ പാർട്ടിക്ക് പ്രശ്നമില്ലെന്ന്. വെൽഫെയർ പാർട്ടി അതിൻ്റെ രാഷ്ട്രീയ രൂപമാണ്. നോക്കൂ, ഈ ഇന്ത്യക്ക് ഇവിടെ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു സംവിധാനമുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇന്ത്യൻ ഭരണഘടനയോട് അലീജിയൻസും കൂറും പുലർത്തുന്നവർക്കാണ് രജിസ്ട്രേഷൻ നൽകുന്നത്. അതായത് ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്യണം. അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായിക്കൊണ്ട് UDF-നോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കാളികളാകുന്നു, ഞങ്ങളുടെ സമ്മതിദാനാവകാശം നിങ്ങൾക്ക് അനുകൂലമായി വിനിയോഗിക്കും എന്ന് പറയുമ്പോൾ UDF അത് ഉപേക്ഷിക്കണമെന്നാണോ അങ്ങ് പറയുന്നത്? കഴിഞ്ഞ 40 വർഷക്കാലം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പോൾ ബി ജെ പി ഇതേ കണക്ക് രജിസ്റ്റർ ചെയ്ത പാർട്ടിയല്ലേ? താങ്കൾ അംഗീകരിക്കുമോ? ഞാൻ ഒരു ജിയോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ ഞാൻ ഒറ്റ കാര്യം ഒരു ജിയോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ അങ്ങ് ഇത് പരിശോധിക്കുമ്പോൾ മറ്റൊരു കാര്യം ഒന്ന് മനസ്സിലാക്കണം. ഇന്നലെ ഇന്ത്യ മഹാരാജ്യത്ത് നടന്ന ഒരു സംഭവത്തിലേക്ക് ഞാൻ അങ്ങയുടെ ശ്രദ്ധ തരുത്തുക. UAE-യുടെ MBS മുഹമ്മദ് ബിൻ സൽമാൻ അൽ നഹ്യാൻ ഇന്നലെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് 3 മണിക്കൂർ സന്ദർശനം നടത്തിയിട്ട് അദ്ദേഹം തിരിച്ചുപോയി. അത് ജിയോ പൊളിറ്റിക്കൽ സംവിധാനത്തിൽ ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി അല്ല ഞാൻ നോക്കൂ അപ്പൊ ഈ ദുബൈയിലെ മക്തൂമോ ഒന്നും വരുന്നതിൽ എന്ത് പ്രശ്നം? ഇവിടെ ആരാണ് അത് പറഞ്ഞത്? എന്തൊരു കുൽസിതമായ നീക്കമാണ് കോൺഗ്രസ് ചൂണ്ടയിടുന്നത്. അതിനെന്താണ് ഇന്ത്യയും അറേബ്യയും തമ്മിൽ ആ അർത്ഥത്തിൽ പണ്ട് മുതലേ ഇന്ത്യ എന്ന രാഷ്ട്രം ഈ ഔദ്യോഗികമായി രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ, ഒരുപക്ഷെ മുഹമ്മദ് നബിയുടെയും ജീസസിൻ്റെയും ഒക്കെ കാലത്ത് തന്നെ സമകാലികരായി ഇവിടെ ഇന്ത്യയും അറേബ്യയും ഒക്കെ തമ്മിൽ ബന്ധമുണ്ട്. ആ ബന്ധത്തെ സംബന്ധിച്ച് ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ എന്താ പ്രസക്തി? അത് ഇവിടെ റജി പറയേണ്ട കാര്യം എന്താ? രാഷ്ട്രീയ പ്രക്രിയ ഞാൻ ചോദിച്ചത് ജമാഅത്തെ ഇസ്ലാമി എന്ന വർഗീയ പാർട്ടിയെ നിങ്ങൾ കൂട്ടിയതുമായി ബന്ധപ്പെട്ടാണ്, അല്ലാതെ മുസ്ലിം സമൂഹത്തെക്കുറിച്ചോ മുസ്ലിം സമുദായത്തെക്കുറിച്ചോ ഒന്നുമല്ല. അത് എല്ലാ സമുദായത്തെയും പോലെ ഒരു സമുദായം മാത്രമാണ്. അവർക്ക് അതിൽ ഭൂരിപക്ഷം പേരും മതേതരവാദികളാണ്. ബംഗ്ലാദേശ് എന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം, അതായത് വെസ്റ്റ് പാകിസ്ഥാനെ ഡിവൈഡ് ചെയ്ത് ഇന്ത്യ നൽകിയതാണ് നിങ്ങളുടെ ഇന്ദിരാഗാന്ധിയുടെ കാലത്തടക്കം. നോക്കൂ, ആ ബംഗ്ലാദേശിൽ തൂക്കുകയറിന് വിധേയമായവരാണ്, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ബംഗ്ലാദേശിൽ തൂക്കുകയറിന് വിധേയമായവരാണ് ജമാഅത്തെ ഇസ്ലാമി. അവരുടെ രാഷ്ട്രത്തിനെതിരെ, ബംഗ്ലാദേശ് എന്ന മുസ്ലിം രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിച്ചതിന് തൂക്കുകയർ നേരിടേണ്ടി വന്ന തീവ്രവാദ സ്വഭാവമുള്ളവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. ആ ജമാഅത്തെ ഇസ്ലാമിയാണ് നിങ്ങളിപ്പോൾ കൂട്ടുന്നത്. ഇനി അത് പറഞ്ഞാൽ മതി, മുസ്ലിങ്ങളെ ഇതുമായി ബന്ധപ്പെടുത്തണ്ട. അങ്ങനെ പറഞ്ഞിട്ടില്ല. അതൊരു തെറ്റായ ഒബ്സഷനാണ്, അതൊരു തെറ്റായ ഭാവബദ്ധതയാണ്. പറയൂ, താങ്കൾ പറയൂ. നോക്കൂ, അതായത് ഏത് ജനവിഭാഗങ്ങൾക്കും അവരിഷ്ടപ്പെടുന്ന മതത്തിൽ വിശ്വസിക്കാനും അവരുടെ വിശ്വാസം സംരക്ഷിക്കുവാനും അത് പുലരുവാനും ഇന്ത്യൻ ഭരണഘടന അനുമതി നൽകുന്നുണ്ട്. ആ അത്തരത്തിലുള്ള വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ സാങ്കേതികമാണെങ്കിൽ BJP-യുമായി നിങ്ങൾക്ക് ചേരാമല്ലോ. ഞങ്ങൾക്കെന്നല്ല, ഇന്ത്യയിലെ മതവിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും. അപ്പൊ UDF ഇപ്പോഴും മതരാഷ്ട്രം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അടക്കം കൂട്ടുകയും സഖ്യ സ്വഭാവത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് ലീഗിൻ്റെ നേതാക്കന്മാരടക്കം, സതീശനടക്കം, കോൺഗ്രസ് നേതാക്കളടക്കം പറഞ്ഞ കാര്യം, അതിനെ താങ്കൾ അങ്ങനെ സാങ്കേതികമായാണ് ന്യായീകരിക്കുന്നത് അല്ലേ? അങ്ങനെ ആവാം എന്നാണ് പറയുന്നത്. 40 വർഷം എവിടെ 40 വർഷം? ഇത് പണ്ട് പറഞ്ഞതല്ലേ? അതിനൊക്കെ വിശദീകരണം നൽകിയതല്ലേ? നൽകിയതല്ലേ? ഞാൻ ബഹുമാന്യനായ സജീവൻ സാറിനെ അങ്ങേയറ്റം ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അദ്ദേഹം നോക്കൂ, ഈ സജി ചെറിയാന്റെ പ്രസ്താവനയെ അദ്ദേഹം നിരാകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ഇടത് സഹയാത്രികനാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം അതിന്റെ സത്യാവസ്ഥ പറഞ്ഞല്ലോ. ആദ്യം കേട്ടപ്പോൾ പറഞ്ഞു, പിന്നീട് സജി ചെറിയാൻ അത് വിശദമായി പറഞ്ഞതിനെ കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ആ നിലപാട് മാറ്റം വന്നു. കാരണം സജി ചെറിയാൻ പറഞ്ഞത് വർഗീയതയല്ല, വർഗീയതയെ ഉപയോഗിക്കുന്നതിലെ അപകടത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അത് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും അത് അദ്ദേഹം വിശദീകരിച്ചു സജി ചെറിയാൻ. അതുപോലാണോ KM ഷാജിയുടെ വാക്കുകൾ? KM ഷാജിയുടെ വ്യക്തമായ വർഗീയത, പച്ചയായ വർഗീയത. ആ വർഗീയതയെ നിങ്ങൾക്ക് ഒരു കുറ്റവുമായി കാണാനാകുന്നില്ല. എന്നിട്ട് സജി ചെറിയാൻ
വർഗീയതയ്ക്കെതിരെ പറഞ്ഞ ഒരു നിരീക്ഷണത്തെ അതിനുവേണ്ടി ആയുധമാക്കി ഉപയോഗിക്കുന്നു. എന്തൊരു കഷ്ടമാണ്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധത, RSSനെതിരെ പറഞ്ഞാൽ ഹിന്ദു വിരുദ്ധത. അത് നടക്കില്ല. അത് റജി, അത് താങ്കൾ സംസ്ഥാപിക്കാൻ നോക്കണ്ട.